2025 ഒക്ടോബർ 13 കേപ്പ് വെർഡെ എന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിനിടയിലെ ആ കുഞ്ഞു രാജ്യത്ത് അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിനോടൊപ്പം ആകാശത്തേക്ക് ഉയർന്നത് കരഘോഷങ്ങളും ആർപ്പുവിളികളുമായിരുന്നു. 6 ലക്ഷത്തോളം മാത്രം ജനസംഖ്യ വരുന്ന ആ ദ്വീപ് രാജ്യം അന്ന് ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങാനാണ്? യോഗ്യതാ മത്സരങ്ങളിലെ അവസാന ആണിയായ ഈസ്വാനിറ്റിയെ പരാജയപ്പെടുത്തി തങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് എന്ന ആ വലിയ കടമ്പയിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ആഫ്രിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ വർഷങ്ങളോളം പോരാടിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ കൈവിടേണ്ടി വന്ന ആ മഹത്തായ ഭാഗ്യം നേടിയെടുത്തിരിക്കുന്നു. മതിയായ സ്റ്റേഡിയങ്ങളില്ലെന്നതും ലോക ഫുട്ബോളിലെ ശക്തരായ രാജ്യങ്ങളെ പോലെ വലിയ ചരിത്രമൊന്നുമില്ലെന്നതും ലോകകപ്പ് യോഗ്യത എന്ന വലിയ കടമ്പ കടക്കാൻ അവർക്കൊരു തടസ്സമേ ആയിരുന്നില്ല. ലോകകപ്പിൽ ആദ്യമായി അംഗം കുറിച്ച് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് 7 ഗോൾ വാങ്ങിക്കൂട്ടിയ കുറസോവയുടെ ഗതിയാകുമോ കേപ്പ് വെർഡേക്ക് എന്നുപോലും പലരും ഇന്നലെ രാത്രി വരെ സംശയിച്ചിരുന്നു. അതും ലോക 2ാം സ്ഥാനക്കാരായ ടിക്കി ടാക്ക പയറ്റി ലോകകപ്പിലെ ഏറ്റവും നല്ല സ്ക്വാഡിനെ രംഗത്തിറക്കിയ സ്പെയിനോട് ഏറ്റുമുട്ടുമ്പോൾ. എന്നാൽ ആ സംശയങ്ങൾക്ക് കേവലം കളി തുടങ്ങുന്നത് വരെ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. ആത്മവിശ്വാസവും പോരാട്ടവീര്യവുമുള്ള കേപ്പ് വെർഡെ താരങ്ങൾ എല്ലാം നല്ല പത്തരമാറ്റ പ്ലേയേഴ്സ്. എടുത്തു പറയേണ്ടത് ടീമിന്റെ ഗോൾ കീപ്പർ ബെസീഞ്ഞോയെയാണ്. ഒരു 40-കാരൻ. 30കളുടെ അവസാനങ്ങളിൽ പല ഇന്റർനാഷണൽ താരങ്ങളും ബൂട്ടഴിക്കുമ്പോൾ അയാൾ ലോകകപ്പിലേക്ക് ആദ്യ അംഗത്തിനിറങ്ങുന്നത് തന്നെ തൻ്റെ 40കളിലാണ്. വാട്ട് എ ലെഗസി! സ്പെയിനും ബെസീഞ്ഞോയും തമ്മിലാണോ മത്സരമെന്ന് പോലും തോന്നിപ്പോയ പോരാട്ടം. രാജ്യത്തിനായി 7 ടാർഗറ്റ് സേവുകളാണ് ആ 40-കാരനിൽ പറഞ്ഞത്. ബോക്സിനുള്ളിൽ നിന്ന് തട്ടി മാറ്റിയത് 6 തവണ. 27 ഷോട്ടുകൾ നേരിട്ടതിൽ ബോൾ റിക്കവറീസ് 15 എണ്ണം. കൂടെ കൊണ്ടുപോയത് മാൻ ഓഫ് ദ മാച്ച് കിരീടവും. അയാളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കേപ്പ് വെർഡെ ചരിത്രത്തിൽ പങ്കെടുത്ത 4 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ടൂർണമെന്റുകളിലും വല കാത്തത് മറ്റാരുമായിരുന്നില്ല. 2013-ലും 23-ലും ടീമിനെ ക്വാർട്ടർ ഫൈനലിൽ എത്തിക്കുന്നതിൽ ബെസീഞ്ഞോയുടെ കരങ്ങളുടെ മാസ്മരികത എടുത്തു പറയേണ്ടി വരും. ലോകകപ്പ് യോഗ്യതയിലെ 10 മത്സരങ്ങളിൽ 7-ലും ക്ലീൻ ഷീറ്റ് നേടിയാണ് ബെസീഞ്ഞോ ടീമിനെ അമേരിക്കൻ മണ്ണിലെത്തിച്ചത്. അവസാന യോഗ്യതാ മത്സരത്തിൽ ഈസ്വാനിറ്റിയെ 3-0 പരാജയപ്പെടുത്തി ക്ലീൻ ഷീറ്റിനോടുള്ള തൻ്റെ ഭ്രമം അയാൾ തെളിയിച്ചു. ഇന്നലെ സ്പെയിനോടും അയാൾക്ക് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. സൗദി അറേബ്യയെ 1 ഗോളിന് സമനിലയിൽ പിടിച്ച ഉറുഗ്വേയാണ് ജൂൺ 22-ന് കേപ്പ് വെർഡെയുടെ അടുത്ത എതിരാളികൾ. ജൂൺ 27-ന് സൗദിയും. സ്പെയിനെ വരച്ച വരയിൽ തളച്ചിട്ട ബെസീഞ്ഞോയ്ക്കും സംഘത്തിനും ഈ ടീമുകൾ തങ്ങൾക്കൊത്ത എതിരാളികളാകുമോ എന്നാണ് ഇനി നോക്കിക്കാണാനുള്ളത്. കന്നി അംഗം, മാൻ ഓഫ് ദ മാച്ച്, അയാൾക്കും ടീമിനും അമേരിക്ക വിടുമ്പോൾ കൂടെ കൂട്ടാൻ ഇനിയും ഒരുപാടുണ്ട്.